അപ്പോൾ നമ്മൾ പള്ളിക്കുന്ന് പറഞ്ഞ അടുത്തുള്ള ഒരു പള്ളിയിൽ പോവാണ് കേട്ടോ. കിച്ചൂടൻ ചെറുതാകുമ്പോൾ അമ്മേൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ അവിടെ അമ്മമ്മയും ഞാനും മുത്തശ്ശിയൊക്കെ കൂടെ പോയിട്ട് നേർച്ച ഇട്ടിട്ടുണ്ടായിരുന്നു പള്ളിക്കുന്ന് പള്ളിയിൽ. അപ്പോൾ അവിടേക്ക് ഇന്ന് പോകണം. അപ്പോൾ പോകണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് പോവാണ് കേട്ടോ. പോകണം. പിന്നെ കിച്ചൂട്ടൻ ഇവിടെ നിന്ന് ചിരിക്കുകയാണ് ഞാൻ പറയുന്നത് കേട്ടിട്ട്. ഇങ്ങനെ ചിരിച്ച് കിടക്കുകയാണ്. അമ്മ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാനും മുത്തശ്ശിയും അമ്മമ്മ മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ. ഞാനും ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ, എല്ലാവരും ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ. പക്ഷെ അമ്മ മാത്രം വന്നിട്ടില്ല. അമ്മേനെയും കിച്ചൂട്ടനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ പോവുക. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു മാമനെ ഓട്ടോയാണ് കേട്ടോ ഏൽപ്പിച്ചത്. എന്താ വെച്ചാൽ ബസ്സിൽ കിച്ചൂട്ടന് പോകാൻ ഇഷ്ടമല്ല. പിന്നെ കൊറോണയൊക്കെ അല്ലേ, കൊറോണ വരരുതെന്ന് പ്രത്യേകിച്ച് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ. അപ്പോൾ കിച്ചൂട്ടനെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ കിച്ചൂട്ടൻ ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാവർക്കും കിച്ചൂട്ടനെ അപ്പൊ അതാ കിച്ചൂട്ടനുണ്ടല്ലോ തലയില് എണ്ണയൊക്കെ തേച്ചിട്ട് ഇവിടെ കിടക്കുകയാണ് കേട്ടോ. എന്നാ അവനിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. കിച്ചൂട്ടന് ഇപ്പൊ എണീറ്റിട്ടേ ഉള്ളൂ. എണീറ്റിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ പറയാ, ഇവരെ കുളിപ്പിക്കണം. കുളിപ്പിച്ചിട്ട് വേണം, എണ്ണ തേച്ചിട്ടുണ്ട്, ഇനി കുളിപ്പിക്കണം. എന്നിട്ട് വേണം കൊണ്ടുപോകാന്. അവിടെ അമ്മയ്ക്കൊരു വഴിപാടുണ്ടായിരുന്നു. കിച്ചൂട്ടന് വയ്യാതിരുന്ന സമയത്ത് അമ്മ നേർന്നതാണ്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത്. എനിക്ക് അറിയില്ല, അവിടുത്തെ വഴിപാടും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോവും. കിച്ചൂട്ടിന് ഇനിയിപ്പോൾ ഫുഡ് അങ്ങോട്ട് എടുക്കണം, അവിടെ നിന്ന് കൊടുക്കണം. 2 മണിക്കൂർ ആകുമ്പോഴേ ഇവന് വിശക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. കിച്ചു കിച്ചു ഇങ്ങനെ കൂട്ടാണ്ട് പോട്ടെ. വരുന്നുണ്ടോ? കിച്ചുവിനെന്ന് പറഞ്ഞാലേ യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ പള്ളിയിൽ ഫുഡൊക്കെ ഉണ്ടാവും. നമ്മളതൊന്നും കഴിക്കാൻ നിൽക്കണില്ല. കാരണം കിച്ചൂട്ടൻ അത്ര സമയമൊന്നും നിൽക്കുമെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് വേഗം പോയിട്ട് വേഗം വരണം എന്നാണ് വിചാരിക്കണത്. പിന്നെ കൊറോണയൊക്കെ അല്ലേ, ഭയങ്കര തിരക്കായിരിക്കും അവിടെ. ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകളും ഇവിടുത്തെ പള്ളിയിൽ പോവാറുണ്ട് കേട്ടോ. കിച്ചൂട്ടനാണെങ്കിൽ യാത്രയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പുറത്തൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ അമ്മാമ്മയുണ്ട്, പിന്നെ അമ്മയുണ്ട്. അമ്മയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ പോവേ. അപ്പോൾ പോണതിന് മുമ്പ് എല്ലാ വഴിപാടും തീർക്കണമെന്നുണ്ട്. അപ്പോൾ കിച്ചൂട്ടാ 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 പോവല്ലേ പോവല്ലേ കിച്ചൂട്ടാ കിച്ചൂട്ട ടാറ്റ പോണ്ടേ, കിച്ചൂട്ടന് പോണ്ടേ, പള്ളിയിൽ പോണ്ടേ. അത് കിച്ചൂട്ട് ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം കിച്ചൂട്ടനെ കുളിപ്പിച്ചിട്ട് വേഗം റെഡി ആവണം. പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ വണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചൂട്ടനെ കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി റെഡി ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കിച്ചൂട്ടൻ്റെയും അമ്മേൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ അത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇപ്പോൾ ആ ഫോട്ടോ നോക്കുകയാണ്. ലച്ചുട്ടി ഇതാ അവിടെ ഇരുന്നിട്ട് അതും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കിച്ചൂട്ടൻ ഇങ്ങനെ ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടി വരണം. വണ്ടിയിൽ ആ ചേട്ടനെ വിളിച്ചപ്പോൾ ആ ചേട്ടൻ കൽപ്പറ്റയാണെന്ന് പറഞ്ഞു. ഒരു 10 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി വന്നിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതാ അമ്മാമ്മയാണെങ്കിൽ അതാ അവിടെ പുറത്തിങ്ങനെ വണ്ടി ഇപ്പോൾ വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ ഇതാ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കിലാണ്. അമ്മമ്മ ഇതാ മാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. അമ്മ മാസ്ക് ഒക്കെ എടുത്ത് അമ്മ ഇറങ്ങി. ലച്ചു ഇതാ മാസ്ക് ഒക്കെ എടുത്തിട്ട് അകത്ത് തന്നെ വെച്ചതുകൊണ്ട് ലച്ചു മാസ്ക് എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനും കൂടി ഇറങ്ങണം. വാതിലൊക്കെ പൂട്ടിയിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ ഇനിയിപ്പം പള്ളിക്കുന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. ഇവിടെയാണെങ്കിൽ ഭയങ്കര വെയിലാണ്. കിച്ചൂനെ കൊണ്ട് പോയിട്ട് എന്താവും എന്നൊന്നും അറിയില്ല. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. പള്ളിയിൽ
എത്തിയിട്ടുണ്ട്. പള്ളിയിൽ വന്നപ്പോൾ നോക്ക് ഭയങ്കര തിരക്കാണ്. പിന്നെ മാത്രമല്ല അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങോട്ട് കയറുന്ന സമയത്ത് ഒന്നാമത് വാവയുള്ളതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നു നോക്കിയപ്പോൾ ഇവിടെയാണെങ്കിൽ നിറച്ചും തിരക്കാണ്. അപ്പം അമ്മമ്മ ക്യൂ നിന്നിട്ടുണ്ട്. അമ്മയും ലച്ചും ഒക്കെ അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ഒക്കെ കുറേ ക്യൂ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ ക്യൂ ആണ്. അപ്പം അമ്മമ്മ പറയാണ് അപ്പുറത്ത് പോയി നിൽക്കാൻ വേണ്ടി പറയാണ്. അവിടുത്തെ ക്യൂവിൽ പോയി നിന്നോ, അപ്പോഴേക്കും വരാമെന്ന് പറയാണ്. ഇവിടെയും കണ്ടില്ലേ, ഇവിടെ നമ്മൾ വഴിപാടിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അമ്മമ്മ പറഞ്ഞ ക്യൂ ആണ് ഇത്. അപ്പം നമ്മൾ ഈ ക്യൂവിൽ നിൽക്കുകയാണ്. ഇത് എങ്ങോട്ടുള്ള ക്യൂ ആണെന്ന് സത്യം പറഞ്ഞാലൊന്നും അറിയില്ല കേട്ടോ. ഒരുപാട് പേര് ഇവിടെയും ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അമ്മയും അമ്മമ്മയൊക്കെ ഇങ്ങോട്ട് വരണം, അവരിവിടെ വന്നോളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ നിൽക്കാം. പിന്നെ ഇവിടെയാണെങ്കിൽ ഭയങ്കര വെയിലാണ്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ വീഡിയോയിൽ കാണുമ്പോൾ അത്ര മനസ്സിലാവില്ല, എങ്കിൽ പോലും ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിൽക്കാം. ഇനിയിപ്പോൾ എന്തായാലും അമ്മയും അമ്മമ്മയും വന്നു കഴിയുമ്പോൾ ഞങ്ങളെ വിളിക്കുമായിരിക്കും. ഇവിടെ ഒരുപാട് പേര് വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നിൽക്കാം. ഇനി നേരത്തെ നിന്ന ക്യൂ വെറുതെ ആയിരുന്നു കേട്ടോ. അത് എന്തിനുള്ളതാണെന്ന് ഇപ്പോഴും അറിയില്ല. അപ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു അവിടെ നിൽക്കണ്ട, വാ പോവാന്ന് പറഞ്ഞു. അങ്ങനെ വഴിപാടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പിന്നെ മാതാവിനെ കാണാൻ വേണ്ടിയിട്ട് ഇതാ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ആ കാണുന്ന ക്യൂ ഇല്ലേ, ഫസ്റ്റത്തെ ക്യൂ, അപ്പോൾ അവിടെയായിരുന്നു ഞങ്ങൾ നേരത്തെ നിന്നിട്ടുണ്ടായിരുന്നത്. ആ വണ്ടിയൊക്കെ വരുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലെ ക്യൂവിലാണ് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എല്ലായിടത്തും ആളുകളാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതും കൂടി കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇറങ്ങണം. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒക്കെ കഴിഞ്ഞു, മാതാവിനെയൊക്കെ കണ്ടു, അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞു, പ്രസാദമൊക്കെ വാങ്ങിച്ച് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ കയറി 10 മിനിറ്റ് അവിടെ അച്ഛൻ്റെ പ്രസംഗമൊക്കെ കേട്ടു. ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നേർന്നു കഴിഞ്ഞിട്ടുള്ള വഴിപാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓരോരോ ആളുകൾ ഇങ്ങനെ വഴിപാടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിച്ചുട്ടനാണെങ്കിൽ ക്ഷീണിച്ച് കണ്ടില്ലേ, അമ്മയുടെ മേലിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ പോവും കേട്ടോ. ാണെങ്കിൽ ഒരുപാട് പേർക്ക് ഭയങ്കര വിശ്വാസമാണ്. എല്ലാ കാര്യങ്ങളും വഴിപാട് നേർന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ് വിശ്വാസം. ഇവിടെ കണ്ടില്ലേ, ഓരോരോ നാട്ടിൽ നിന്ന് ഒരുപാട്, നമ്മുടെ വയനാട്ടിൽ നിന്ന് മാത്രമൊന്നല്ല കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ് ഇവിടെ ആളുകൾ വന്നേക്കുന്നത് വഴിപാട് നടത്താൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ഒരുപാട് ആളുകളുണ്ട്. ആയിരുന്നു അടുത്ത വർഷം ആകുമ്പോഴേക്കും കിച്ചൂട്ടൻ നടക്കുവാണെങ്കിൽ അടുത്ത വർഷം വന്നിട്ട് നമുക്ക് വഴിപാട് ചെയ്യണം എന്നൊക്കെ പറയായിരുന്നു. ഇനി അവിടെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഇരുന്ന് ഒരു 2 മിനിറ്റ് ഇരുന്നിട്ടേ നമ്മളിനി പോവുള്ളൂ. അപ്പൊ ഇനി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. മാതാവിന്റെ തിരുനാൾ ആഘോഷത്തിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ പരിശുദ്ധ കന്യകയുടെ മാതൃകയായി ഞങ്ങളുടെ പരിത്രാണത്തിന്റെ രഹസ്യം സമുചിതം ശുശ്രൂഷിക്കുവാൻ പ്രാപ്തരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടി ആശീർവാദം സ്വീകരിക്കുകയും. അപ്പോൾ ഇതാ നമ്മളിവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അമ്മയുടെ മടിയിൽ തന്നെയാണ് കിച്ചൂട്ടൻ. അപ്പോൾ വണ്ടിയുടെ ചേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ പോവും കേട്ടോ. അപ്പോൾ അതേ അമ്മയുടെ മടിയിൽ നല്ല സുന്ദര കുട്ടനായിട്ട് കിച്ചൂട്ട അതാ കിടക്കുകയാണ്. കണ്ടില്ലേ, നല്ല കുട്ടിയായിട്ട് കിടക്കുകയാണ്. അമ്മയുടെ മടിയിലായതുകൊണ്ട് കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എൻ്റെ മടിയിലാണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് കരഞ്ഞേനെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് കൊണ്ടുവന്നതാട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ പോവും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിതാ ഇവിടെ വന്നപ്പോഴാണ് അമ്മമ്മ പറയുന്നത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ടല്ലോ മാതാവിൻ്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇവിടെയായിരുന്നു വന്ന പാടും ഇവിടെ കയറേണ്ടതായിരുന്നു. പക്ഷേ നമുക്ക് അറിയില്ലായിരുന്നു, നേരെ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മമ്മ പറഞ്ഞു വന്ന സ്ഥിതിക്ക് കിച്ചൂട്ടനെ കൊണ്ട് വന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവിടെയും കൂടി കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ക്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെയും കൂടി കഴിയട്ടെ കേട്ടോ. അപ്പോൾ അവിടെ കഴിഞ്ഞു. ഇത് നമ്മളിവിടെ ഒരു കൂടാരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മെഴുകുതിരി കത്തിക്കുന്നത്. മെഴുകുതിരി കത്തിക്കാൻ തന്നെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അമ്മ മെഴുകുതിരി കത്തിക്കുകയാണ്. ഇനിയിപ്പോൾ അമ്മയും അമ്മമ്മയൊക്കെ ഒന്ന് മെഴുകുതിരി കത്തിക്കട്ടെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്കും ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആരുടെയും കമൻസിന് ഞാൻ റിപ്ലൈ തരാണ്ടിരിക്കുന്നതല്ല കേട്ടോ. എൻ്റെ കണ്ണ് ഇപ്പോഴും ശരിയായിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണിന് സുഖമില്ല. ഇതന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തതാണ്. ഇന്ന് വീഡിയോ ഇടേണ്ട ദിവസമല്ലേ, 3 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ വീഡിയോ ഇടാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് 5 മിനിറ്റ് പോലും ഫോണിൽ നോക്കാൻ പറ്റണില്ലേ, കണ്ണ് ഭയങ്കര വേദന. ഇപ്പം എന്തായാലും ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേണ്ടി വരും. അപ്പോൾ കാണിച്ച് വന്നിട്ട് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.